ഹായ്, ഞാൻ കരുണാകരൻ പരുത്തിയാനിക്കൽ, പത്തനംതിട്ട. മലയാളി കുഞ്ഞൂസിന് ഒരു ഇംഗ്ലീഷ് പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. ഓക്കെ, ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് പുതിയ വാക്കുകൾ കൂടി ഒന്ന് ഓർത്തെടുക്കാം. പുതിയതല്ല, പഴയ വാക്കുകൾ, അത് ഒന്ന് ഓർത്തെടുക്കാം. ഓക്കെ, സിംഗുലർ, പ്ലൂറൽ. സിംഗുലർ കേട്ടിട്ടുണ്ട്. സിംഗിൾ, ഞാൻ ഇന്നൊരു സിംഗിൾ ചായ മാത്രമേ കഴിച്ചുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സിംഗുലർ, സിംഗിൾ, ഒറ്റ, ഒന്നേ ഉള്ളേ, സിംഗുലർ. പ്ലൂറൽ, ബഹുവചനം, ഒത്തിരി ഉണ്ടെങ്കിൽ പ്ലൂറൽ. അപ്പൊ സിംഗുലർ ഏകവചനം, പ്ലൂറൽ ബഹുവചനം. ഒന്നേ ഉള്ളേ സിംഗുലർ, ഒത്തിരി ഉണ്ടേ പ്ലൂറൽ. 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 സിംഗുലർ, പ്ലൂറൽ, സിംഗുലർ, പ്ലൂറൽ, സിംഗുലർ, പ്ലൂറൽ, സിംഗുലർ, പ്ലൂറൽ. ഒന്നേ ഉള്ളേ സിംഗുലർ, ഒത്തിരി ഉണ്ടേ പ്ലൂറൽ. ഒത്തിരി ഉണ്ടേ പ്ലൂറൽ. ഏകവചനം, ബഹുവചനം എന്ന് മലയാളത്തിൽ പറയുന്നു. അപ്പോ ഇനി മറ്റൊരു വാക്ക്, സബ്ജക്റ്റ്. SUBJECT, സബ്ജക്റ്റ്. സബ്ജക്റ്റ്, സബ്ജക്റ്റ്. മലയാളത്തിൽ അതിന് കർത്താവ് എന്നൊക്കെ പറയും അല്ലേ? സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റ്, ഏകവചന കർത്താവ്. പ്ലൂറൽ സബ്ജക്റ്റ്, ബഹുവചന കർത്താവ്. ഒന്നേ ഉള്ളേ സിംഗുലർ, ഒത്തിരി ഉണ്ടേ പ്ലൂറൽ. ഒന്നേ ഉള്ളേ സിംഗുലർ, ഒത്തിരി ഉണ്ടേ പ്ലൂറൽ. സിംഗുലർ, പ്ലൂറൽ, സിംഗുലർ, പ്ലൂറൽ. സിംഗുലർ സബ്ജക്റ്റ്, ഏകവചന കർത്താവ്. പ്ലൂറൽ സബ്ജക്റ്റ്, ബഹുവചന കർത്താവ്. ഇതെന്തിനാണ് നമ്മളിന്ന് പഠിക്കുന്നത് എന്നോർത്താൽ, ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഈ ബിയുടെ ഈ ഫോം സിംഗുലർ ആണ്, പ്ലൂറൽ ആണ് എന്ന് വേർതിരിച്ചറിയണം. വേർതിരിച്ചറിഞ്ഞിട്ട് സിംഗുലർ ഏതാണ്, പ്ലൂറൽ ഏതാണ് എന്ന് വേർതിരിച്ചറിഞ്ഞിട്ട് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഉപയോഗിക്കാം, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഉപയോഗിക്കാം എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. ആം, ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ, ഐ, ഐ. ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ. ഐയുടെ കൂടെ മാത്രമാണ് ആം ഉപയോഗിക്കുന്നത്. ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ. ഈസ് യൂസ്ഡ് വിത്ത്, ഈസ് ഏതിന്റെ കൂടെ ഉപയോഗിക്കുന്നു? ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഈസ് ഉപയോഗിക്കുക. എന്നാൽ ആറ്, മലയാളത്തിൽ ആറെന്ന് പറയുമ്പോ ആറ്, അപ്പൊ ഇനി മറക്കണ്ട. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ. ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട്. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ഓർത്തു നോക്കിയേ, പാട്ടുപോലെ. ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ, ഐ, ഐ. ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ, ഐ, ഐ. ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട്. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. 3 വരി. ആം ഈസ് യൂസ്ഡ് വിത്ത് ഐ, ഐ, ഐ. ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട്. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ഓക്കെ, ഇതിനിടയിൽ ഒരു 2 വരിയോടെ അങ്ങോട്ട് കയറ്റിയാലോ? ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട്, പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണ്? സുരേഷ് ഗോപി അത് പറയും. ഐ വിത്ത് യു, ഹി ഷീറ്റ്. ഐ വിത്ത് യു, ഐ വിത്ത് യു, ഹി ഷീ ഇറ്റ്. ഐ, വി, ദേ, യു, ഹി, ഷീ, ഇറ്റ്. ഇത്രയും പ്രധാനമായ ആ പ്രോനൗൺ അല്ലെങ്കിൽ ആ സബ്ജക്ട് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഐ, വി, ദേ, യു, ഹി, ഷീ, ഇറ്റ്. ഐ വിത്ത് യു, ഷിറ്റ്. ഐ വിത്ത് യു, ഹി, ഷീ, ഇറ്റ്. അപ്പോ ഐയുടെ കൂടെ മാത്രം ഉപയോഗിക്കാനാണ് ആം. ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഉപയോഗിക്കാനാണ് ഹി, ഷീറ്റ്, തുടങ്ങിയ. ബാക്കി ദിസ് എന്നോ ദാറ്റ് എന്നോ
ഏതെങ്കിലും ഒറ്റയായിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിക്കുന്നത് അതിന്റെ കൂടെ ഉപയോഗിക്കാനാണ് ഈ ഈസ്. ഈസ് മറന്നു പോകാതിരിക്കാൻ 1 എന്നെഴുതിയാണത് തുടങ്ങുന്നത്. ഈസ് 1 എന്നെഴുതിയാണത് തുടങ്ങുന്നത് തന്നെ. അപ്പൊ ആ ഈസ് കണ്ടു കഴിയുമ്പോഴേ ഓർക്കണം, ഒന്നിന്റെ കൂടെ ഉപയോഗിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈസ്. അടുത്തത് ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ബഹുവചന കർത്താവിന്റെ കൂടെ ഉപയോഗിക്കാനാണ്. ബഹുവചന കർത്താവ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ളത് ബഹുവചന കർത്താവ്. വി ഞങ്ങൾ, നമ്മൾ, നാം. ദേ അവർ. യു നീ, നിങ്ങൾ, താൻ, താങ്കൾ. അപ്പോ വി, ദേ, യു വിതയു. വി, ദേ, യു, ദീസ്, ദോസ്, രാജു, ആൻഡ്, ഷീന. ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ആർ. വി ആർ, ദേ ആർ, യു ആർ. അപ്പൊ ഈ ഇത്രയും നമുക്കൊന്ന് നോക്കാം. ഈസ് യൂസ്ഡ് വിത്ത് ഐ. ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട്. ഈസ് യൂസ്ഡ് വിത്ത് ഹി, ഷീ, ഇറ്റ്. റെഡി? അപ്പൊ ഈസിന് 2 വരി പാട്ട്. ഈസ് യൂസ്ഡ് വിത്ത് ഐ. ഈസ് യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട്. ഇനി സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയെന്ന് അടുത്ത വരിയിൽ. ഈസ് യൂസ്ഡ് വിത്ത് ഹി, ഷീ, ഇറ്റ്. ഹീയുടെയും ഷീയുടെയും ഇറ്റിന്റെയും രാജുവിന്റെയും ഷീനയുടെയും ഒക്കെ കൂടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് ഉപയോഗിക്കുന്നു. ഇനി ഈ ഒരു ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ഏതൊക്കെയാ പ്ലൂറൽ സബ്ജക്ട്? വി, ദേ, യു. ആർ ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ആർ ഈസ് യൂസ്ഡ് വിത്ത് വി, ദേ, യു. ഓക്കെ. ഇനി നമുക്ക് ഈ കുഞ്ഞു വാക്കുകളുമായിട്ട് അടുത്ത ദിവസം കാണാം. വീട്ടിലിരിക്കുന്ന എല്ലാ മലയാളി കുഞ്ഞൂസിനും ഇംഗ്ലീഷ് പരിപാടിയിലേക്ക് എന്നും സ്വാഗതം. ഇപ്പോൾ നന്ദി. ബൈ.